അമ്മുക്കുട്ടി സ്പൈക്കിനെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്ന് സ്പൈക്കിന് വാക്സിൻ എടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ അവന് മെച്യൂർ ആയത് കാരണം വർഷത്തിലൊരിക്കൽ വാക്സിൻ എടുത്താൽ മതി കേട്ടോ. കുഞ്ഞായിരുന്ന സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി നമ്മൾ വാക്സിൻ എടുക്കുമായിരുന്നു. ഇതിപ്പോൾ ലാസ്റ്റ് ജൂണിലാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് വാക്സിൻ എടുത്തത്. പിന്നെ ഈ വർഷം മതിയായിരുന്നു, അവർ ഡേറ്റ് തരും. അപ്പോൾ ആ ഡേറ്റിനനുസരിച്ച് നമ്മൾ പോയി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവൻ ഇങ്ങനെ പുറത്ത് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ ഫ്ലാറ്റിലായത് കാരണം എപ്പോഴും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനോ മുറ്റത്തേക്ക് ഇറങ്ങാനോ ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര സ്പീഡാണ് ഗൈസ്. ഇത് ഏത് ബ്രീഡാണെന്നറിയാവോ? ഇതൊരു കുഞ്ഞ് ബ്രീഡാണ്, മിനി പിൻസ്റ്റർ എന്ന് പറയും, നമ്മൾ മിൻപിൻ എന്ന് പറയും കേട്ടോ. ഭയങ്കര കുരയാണ് കേട്ടോ. ഒരു കുഞ്ഞനക്കമൊക്കെ കേട്ട് കഴിഞ്ഞാലും കുരച്ച് 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 നമുക്ക് എന്തായാലും ഭയങ്കര ധൈര്യം കേട്ടോ ഇവൻ വീട്ടിലുണ്ടെങ്കിൽ. മിൻപിൻ വീട്ടിലുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണേ. ഇതൊരു ചെറിയ ബ്രീഡാണ് കേട്ടോ. ഇവനൊരു 4-5 കിലോയൊക്കെ വെക്കത്തുള്ളൂ. മെച്ചുറായി കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു 5 കിലോ വരെയൊക്കെ വെക്കത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ സുഖമായിട്ട് വളർത്താൻ പറ്റും. പിന്നെ നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹമൊക്കെയാണ്. പക്ഷേ ഇവൻ എപ്പോഴും ഭയങ്കര എന്തോ വലിയ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. ഇവൻ നമ്മുടെ വീടിൻ്റെ നാഥനാണെന്നൊക്കെയാണ് കേട്ടോ ഇവൻ്റെ ഒരു ധാരണ. അത് കാരണം ഒരില അനങ്ങാൻ ഇവൻ സമ്മതിക്കത്തില്ല. പുറത്തൊരു പട്ടി കുരച്ചാലോ അല്ലെങ്കിൽ പുറത്തൊരു ശബ്ദം കേട്ടാലോ എന്താണെങ്കിലും ഇവൻ ഭയങ്കര അലേർട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു ബ്രീഡാണെന്ന് വിചാരിച്ച് നമ്മൾ ഇവനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയൊന്നും വേണ്ട. ഇവൻ നല്ല അസലായിട്ട് ഇവൻ്റെ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളുടെ സെക്യൂരിറ്റി ഭയങ്കര സെറ്റായിട്ട് ഇവനത്, എനിക്കറിയത്തില്ല ഇവനെ എത്ര ഭംഗിയായിട്ടാണെന്നറിയാവോ നമ്മളെ സംരക്ഷിക്കുന്നത്. എനിക്കതുകൊണ്ട് ഇവനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡോക്ടർ സൂവിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്പൈക്കിന് അപകടം മണത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെയൊക്കെ ഈ ഒരു റൂട്ട് വരുമ്പോഴേ അവൻ വണ്ടിയിലിരുന്നേ കരയാൻ തുടങ്ങുമായിരുന്നു കേട്ടോ. അത് നോർമലി ഇങ്ങനെ കുരയ്ക്കുന്നതിൽ നിന്നും ഭയങ്കര വ്യത്യാസമായിട്ട് കുറച്ച് പേടിച്ചിട്ടൊക്കെ കരയും കേട്ടോ. അത് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും. കണ്ടില്ലേ, അവന് സ്ഥലം ഏതാണെന്ന് പിടികിട്ടി. അവനൊരു പേടിയൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അവന് മനസ്സിലായി അവന് കുത്ത് കിട്ടുമെന്നുള്ളത്. അങ്ങനെ നമ്മൾ പോയി അവിടെ നിന്ന് അവൻ്റെ കാർഡുണ്ട് കേട്ടോ, അതൊക്കെ കൊടുത്ത് കൺസൾട്ടേഷനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വേറെ കുറച്ച് ഡോഗ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ നമ്മുടെ ടേൺ ആകുമ്പോഴത്തേക്കും നമ്മളെ വിളിക്കും കേട്ടോ. അപ്പോൾ അമ്മുക്കുട്ടി സൈക്കിളും കൊണ്ട് അവിടെ പോയിരിക്കുകയാണ്. അവൻ പേടിച്ചിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര പേടിയാണ് അവന്. ഭയങ്കര പേടിയാണ് ഗൈസ്. കരച്ചിലായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഞാൻ ഇവൻ്റെ വാക്സിൻ എടുക്കുന്ന ഇവൻ കരയുന്ന വീഡിയോ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഇവൻ നല്ലോണം കരയുന്ന വീഡിയോ ഉണ്ട് കേട്ടോ, പാവം. അവിടെ ചെന്നപ്പോൾ കണ്ട ഒരു ഷിറ്റ്സു ആണ് കേട്ടോ. ഇതിൻ്റെ പേരാണ് ലിയോ. ഇങ്ങനെ തപ്പി 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 എല്ലായിടത്തും നടക്കുകയായിരുന്നു കേട്ടോ. പാവത്താനാണെന്ന്. സ്പൈക്കിനെ നമുക്കിങ്ങനെ അയച്ചു വിടാൻ പറ്റത്തില്ല, അവൻ ഭയങ്കരമായിട്ട് കുരയ്ക്കും കേട്ടോ. അവൻ ആരെ കണ്ടാലും കുരയ്ക്കും. മറ്റുള്ളവരുടെ അടുത്ത് അവൻ അത്ര ഫ്രണ്ട്ലി അല്ല. നമ്മുടെ വീട്ടിലുള്ളവരുടെ അടുത്ത് അവൻ ഓക്കെയാണ്. പക്ഷെ വേറെ ആൾക്കാരെ കണ്ട് അവൻ നല്ലോണം കുരയ്ക്കും കേട്ടോ. അപ്പം ചിലപ്പോൾ എല്ലാവർക്കും നല്ല പേടിയൊക്കെ ആവും. പക്ഷെ അത് ഈ ഷിറ്റ്സു അങ്ങനെയല്ല കേട്ടോ. ഇവൻ ആരെ കണ്ടാലും ഇങ്ങനെ അടുക്കും. എനിക്കത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഷിറ്റ്സുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമേ ഞങ്ങൾ ശരിക്കും ഷിറ്റ്സുവിനെ വാങ്ങാനായിട്ടായിരുന്നു കേട്ടോ നോക്കിയത്. പിന്നെ ഇങ്ങനെ ഡോഗ്സിനെ സെർച്ച് ചെയ്ത് വന്നപ്പോൾ ഈ ഒരു മിൻപിന്നിൻ്റെ ആ ഒരു എന്തോ കുറേ വീഡിയോയും ഒക്കെ കണ്ടപ്പോഴത്തേക്കിനും സന്ദീപേട്ടന് മിൻപിന്നെ വാങ്ങണമെന്നായി. അങ്ങനെയാണ് കേട്ടോ നമ്മൾ സ്പൈക്കിനെ വാങ്ങിയത്. എനിക്ക് തോന്നുന്നു ഈ മിൻപിന്നേക്കാളും കുറച്ചുകൂടെ കുട്ടികളോടൊക്കെ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ഷിറ്റ്സു ആണെന്ന് തോന്നുന്നു. ഈവൻ അങ്ങനെ മറ്റവൻ കുറച്ച് പൊസസീവാണ് കേട്ടോ. അവൻ്റെ സാധനങ്ങളൊന്നും എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഷിറ്റ്സു പക്ഷെ അങ്ങനെയല്ല തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാവുന്ന ഷിറ്റ്സുമൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ്, നമ്മളുടെ അടുത്തൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കും. മറ്റവനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പൊസസീവ് ആയത് കാരണം നമ്മളൊരു ഇത്തിരി പേടിച്ചിട്ടൊക്കെ വേണം അവൻ്റെ അടുത്ത് നിൽക്കാൻ. അവന് ഇഷ്ടമുള്ള സാധനമൊക്കെ നമ്മൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവൻ പിന്നെ ഒന്നും നോക്കത്തില്ല, നല്ല കടിയൊക്കെ വെച്ച് തരും കേട്ടോ. അങ്ങനെ നമ്മൾ വാക്സിനേഷൻ റൂമിൽ എത്തിയിട്ടുണ്ട്. ഹൈപ്പർ ആക്റ്റീവ് ചേച്ചാ ചേച്ചാ മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ
ചേച്ചാ ഞാൻ പിടിക്കട്ടെ. ചേച്ചിയുടെ കാല്. നീ അവിടെ അടങ്ങി നിൽക്കേ, നീ അവന് ഇവിടെ കളയും. പുറകിലോ? ഇഞ്ചക്ഷൻ എടുത്ത മൂക്കൂത്താൻ ഇവിടെ ഇഞ്ചക്ഷൻ എടുത്ത പിന്നെ ചേച്ചോ അവനെ കളിപ്പിക്കടാ. ചേച്ചോ ചേച്ചോ ഇല്ലടാ 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 ചേച്ചോ ഇല്ല ഇല്ല കഴിഞ്ഞു 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 കഴിഞ്ഞടാ. അയ്യോ ചേച്ചോ എന്താ സംഭവിച്ചു ചേച്ചോ? ചേച്ചോ ചേച്ചപ്പാ ചേച്ചോ 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 അയ്യോ ഇവനൊട്ടും അറിഞ്ഞില്ലേ? കൊടുക്കാനേ കൊടുക്കും കൊടുക്കും. അതിൽ വള്ളിയിൽ പിടിച്ചോ ചേച്ചോ. നീ അഞ്ഞില്ലേടാ നിന്നെ കുത്തിയത്. അങ്ങനെ വാക്സിനേഷനൊക്കെ കഴിഞ്ഞു. ഒരെണ്ണം കുത്തിയപ്പോൾ അറിഞ്ഞായിരുന്നു, 2 ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് അവൻ ചെറുതായിട്ട് കരഞ്ഞു, രണ്ടാമത്തേത് അവൻ അറിഞ്ഞു പോലും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്, പപ്പയുടെ ബില്ല് ചെയ്യാൻ പോയിരിക്കുകയാണ്. ഇതോടുകൂടി കഴിഞ്ഞു കേട്ടോ, വലിയ താമസമൊന്നുമില്ല. ഇനി നമുക്ക് വീട്ടിൽ പോകാം. അമ്മുക്കുട്ടി അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര കരച്ചിലായിരുന്നു, അമ്മുക്കുട്ടിക്ക് സ്പൈക്കിന് എടുക്കാൻ കൊടുത്തില്ലെന്നും പറഞ്ഞ്. അങ്ങനെ നമ്മൾ ലിയോടെടുത്ത് ബൈ ഒക്കെ പറഞ്ഞു. ഇനി ഇവനെ കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ, ഇവൻ കണ്ടു കഴിഞ്ഞാൽ കുരയ്ക്കും. അത് കാരണം അവനെ സൈഡിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ പെറ്റ്സ് ഉണ്ടോ? പെറ്റ്സ് ഉള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരുപാട് പേർക്ക് ഡോഗ് പെറ്റ്സ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം, ഒരുപാട് കമൻസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഡോഗ്സിനെ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം. മിൻപിനുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഏത് കളറാണെന്നും എത്ര പ്രായമുണ്ടെന്നും ഒക്കെ പറയണേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.